അങ്ങനെ ഒരാൾ ഒരു ബഹളം ഉണ്ടാക്കരുത്, ആവശ്യമില്ലാത്ത വർത്തമാനം പറയും കേട്ടാ. മോശമായിട്ട് ഒരു കാര്യം ഞാൻ മാത്രമേ സംസാരിക്കും. ഇതൊക്കെ എൻവയോൺമെന്റാ. എന്താ പ്രശ്നം? എന്താ പിന്നെന്താ ഇവിടെ ഇത്രയും ഒരു പോലീസും സംവിധാനവും ഈ നിരാഹാരം കിടക്കുന്നിടത്തുള്ള പ്രശ്നം എന്താ? നിങ്ങളെന്നെ പറഞ്ഞോ, ഞാൻ പരിഹരിച്ചു തരാം. അല്ല, നിങ്ങളെന്താ ഈ ഒരു മര്യാദ ഇങ്ങനെ ഒരു വലിയ, നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്രയും പോലീസ് വന്ന് ഇവിടെ പ്രൊവോക്ക് ചെയ്യേണ്ട എന്താ പ്രശ്നം? ആ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ വന്ന് ഇവരെ പ്രൊവോക്ക് ചെയ്ത് മാറിയെന്നാണ്. അല്ല, പേരെന്താ? അവരെ ഒന്ന് ട്രാക്ക് ചെയ്യട്ടെ. ഞാൻ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ അവരെ ഒന്ന് ട്രാക്ക് ചെയ്യട്ടെ. ഇവിടെ കൊണ്ടുപോയ സ്ഥലേ ഹരി മാറ്റം വന്നിട്ടുണ്ട് ഇത് കാണാൻ. അല്ല, ഞാൻ എസ്പിയോട് പറഞ്ഞു കേട്ടോ, പൊടി വീണ രാവിലെ 9 മണിക്ക് ഇങ്ങോട്ട് ഓഫീസിലാണ് ഉണ്ടാവുന്നത്. സെക്രട്ടറിയുടെ മുമ്പിൽ പ്രശ്നം ഉണ്ടായിപ്പോ അതിന്റെ മുമ്പിൽ നിൽക്കുക. മഹിളാ കോൺഗ്രസിന്റെയും നേതാക്കൾ കാര്യങ്ങൾ കാട്ടാന ചവിട്ടിക്കൊന്ന ഇന്ദ്രയുടെയും മൃതദേഹവുമായി പ്രതിഷേധിച്ച എറണാകുളം DCC പ്രസിഡന്റിനെയും ഒപ്പം തന്നെ മാത്യു കൂടൽനാടൻ MLAയും അടക്കം സുരക്ഷിതരാണ് അവര് ഇതുവരെ. അങ്ങോട്ട് ഇരിക്കുവാണ്. ഇവിടെ നടക്കുന്ന സമരത്തിന്റെ പ്രതികരണം എല്ലാ ജില്ലയിലും ഉണ്ടാവും. എറണാകുളത്ത് സമരത്തെ അടിച്ചമർത്താൻ നടത്തിയ ശ്രമത്തിനെതിരായി എറണാകുളം ജില്ലയിലും അതിന്റെ പ്രദേശങ്ങളിലും എല്ലാം വലിയ സമരങ്ങൾ. വിവിധ വിഷയങ്ങൾ ഉയർത്തി സർക്കാർ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമുണ്ട്. പൂക്കോട് സാമ്പത്തിക പ്രതിസന്ധി, അതിനെ തുടർച്ചയായിട്ടുള്ള ഇതൊക്കെ വിഷയങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ നേര്യമംഗലത്ത് വലിയ സീനുണ്ടാക്കിയത്. ശമ്പളം കൊടുക്കാൻ പൈസയില്ലാത്ത സർക്കാർ, സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ മിണ്ടാൻ പോലും തയ്യാറാകാത്ത മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി, ഇതുപോലെ ഒരു വാക്കുപോലും പറയാൻ ധൈര്യം ഉണ്ടായിട്ടില്ല. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് ഞങ്ങൾ അതിന്റേതായ അറസ്റ്റ് ചെയ്തവരെവിടെയുണ്ട് നേരത്തെ പോലീസ് സ്റ്റേഷനിൽ എത്തിയെന്നാ പറഞ്ഞത്. എന്തെങ്കിലും വിശദീകരണം പോലീസ് നമുക്ക് നോക്കാം. പോലീസൊക്കെ അവിടെ സാർ, നാളെയുള്ള പ്രതിഷേധ പരിപാടി പറയൂ. അത് രാത്രി ഞങ്ങൾ തീരുമാനിച്ചത് നാളെ രാവിലെ. ഈ പോലീസ് മർദ്ദിച്ചു എന്ന് പറഞ്ഞു മുഹമ്മദ് ഷിയാസിനെ ഉൾപ്പെടെയുള്ള ആരെങ്കിലും നോക്കാം, പരിശോധിക്കാം. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും മാത്യു കുടൽനാടൻ MLAയുടെയും അറസ്റ്റിലടക്കം പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റ് പരിസരത്തും വലിയ സംഘർഷമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു സംഘടിച്ച് പ്രകടനമായി എത്തിയത്. KR സാജു വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സാജു, പ്രതിപക്ഷ നേതാവ് അങ്ങോട്ടേക്ക് സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? വലിയൊരു പ്രതിഷേധത്തിലേക്കാണോ കോൺഗ്രസ് നീങ്ങുന്നത്?
സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സെക്രട്ടേറിയറ്റ് നടയിൽ നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, അതുപോലെ KSUവിന്റെ നേതൃത്വത്തിൽ സിദ്ധാർത്ഥന്റെ മരണവുമായി നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരമുണ്ട്. ആ വേദി കേന്ദ്രീകരിച്ചായിരുന്നു തലസ്ഥാനത്ത് ഇപ്പോൾ പ്രതിഷേധം നടന്നത്. ആ റോഡിൽ, സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഉപരോധം തീർത്തു. അങ്ങോട്ടാണ് പ്രതിപക്ഷ നേതാവ് ഈ രാത്രിയിൽ തന്നെ എത്തിയത്. പ്രതിപക്ഷ നേതാവ് വളരെ സുപ്രധാനമായി ചില മുന്നറിയിപ്പുകൾ സർക്കാരിന് നൽകുകയാണ്. ഈ സമരം മുഴുവൻ സംസ്ഥാന വ്യാപകമായി മാറ്റും. മറ്റു വിഷയങ്ങളിൽ നിന്നും, ശമ്പളം കൊടുക്കാൻ പോലും കഴിയാത്ത വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റാനുള്ള തീവ്രമായ ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നേര്യമംഗലത്ത് ഇപ്പോൾ സമരപ്പന്തലിൽ കയറി കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തത്. ഏത് നിമിഷവും ഒരു ആക്രമണം ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. അത് പോലീസിന്റെ ഭാഗത്തു നിന്നും, ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും, അതുപോലെ SFI DYFIക്കാരുടെ ഭാഗത്തു നിന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. മുഹമ്മദ് ഷിയാസിനെ പോലെ ഒരു വ്യക്തി, നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സാധാരണ വീട്ടമ്മ അവരെ കാട്ടാനെ ചവിട്ടിക്കുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സമരം നടത്തിയിട്ട് ആ സമരത്തിന്റെ പേരിൽ ഒരു സമരപ്പന്തലിൽ കയറി ജനപ്രതിനിധിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു. ഒരു ചായ കുടിക്കാൻ നിന്ന ആ സമരപ്പന്തലിന്റെ പുറത്ത് നിന്ന DCCയുടെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ഇതെന്നെ വല്ല കാട്ടാള ഭരണമാണോ? മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും തരത്തിൽ ഒസ്യത്ത് കിട്ടിയ ഭരണമാണോ ഇത് കേരളത്തിലെ ജനതയുടെ ഭരണമല്ലേ? ഇദ്ദേഹമൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കും ഇദ്ദേഹത്തിന്റെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമുണ്ട്. ആ സംഘമാണ് ഇത് മുഴുവൻ നിയന്ത്രിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഉൾപ്പെടെയുള്ള വിഷയം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ പ്രതികരണമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പോലീസുകാർ വരികയാണ്. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഏതെങ്കിലും ഫ്ലെക്സ്, അത് ഗവൺമെന്റ് ഫ്ലെക്സ് പോലും അല്ല, അത് സംരക്ഷിക്കേണ്ട എന്ത് ബാധ്യത ഈ കേരളത്തിലെ പോലീസിനുള്ളത്? എന്നിട്ട് AC വന്ന് നിൽക്കുക അത് സംരക്ഷിക്കാൻ വേണ്ടി. ഇതിലും ഭേദം മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വല്ല അടുക്കള പണിക്ക് പോകുമല്ലേ ഈ AC ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക്. മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് സംരക്ഷിക്കാൻ നിൽക്കണം പോലീസുകാരെന്നൊക്കെ പറയാൻ ഇതിൽ പറയാൻ നാണക്കേട്, മാനക്കേട് കേരളത്തിലെ പോലീസിന് വരാനുണ്ടോ? ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ തൂക്കിക്കൊന്നിട്ട് ഇവന്മാർക്കൊന്നും ഒരു മനസ്താപവും ഇല്ല, പിടിക്കാനും പറ്റുന്നില്ല. എന്നിട്ട് ഇവിടെ ഒരു ഫ്ലെക്സ് പോയതിനാണ് ഇവനൊക്കെ ഇത്ര മനസ്താപം. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നാളെ രാവിലെ ആകട്ടെ ഞങ്ങൾ കാണിച്ചു തരാം. ഇവിടെ DCC പ്രസിഡന്റിനെയും ജനപ്രതിനിധിയെയും ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ടങ്ങ് പോയാൽ ഞങ്ങളങ്ങ് ഭയപ്പെടുത്താമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. നാളെ പ്രതിഷേധാഗ്നി ആളിക്കത്തും കേരളത്തിൽ. അത് എറണാകുളത്തും തിരുവനന്തപുരത്തും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ പ്രതിഷേധം കനക്കും. ഞങ്ങൾ കാണിച്ചു തരാം.